വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ചെയ്ത ഈ മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്തു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ടോണർ യൂസ് ചെയ്യാം. ഇത് ഞാൻ റോസ് വാട്ടറിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ്രേറ്റഡ് ഗ്ലോ. ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. പിന്നെ ഇത് ജെൽ ടൈപ്പാണ്. മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. കുറേ സമയത്തേക്ക് നല്ല ഹൈഡ്രേഷൻ ഉണ്ടാവും. നല്ലപോലെ സ്കിന്നിലോട്ടേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലൂടെ ബ്ലെൻഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഒരു ലിപ് ബാം എടുത്തിട്ട്, ഇത് മേബിലിൻ ബേബി ലിപ്സ് ആണ്. ജസ്റ്റ് ചുണ്ടൊന്ന് മോയ്സ്ചറൈസർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ മോയ്സ്ചറൈസർ ഏകദേശം അബ്സോർബ് ആയിട്ടുണ്ട് സ്കിന്നിലോട്ടേക്ക്. ഇനി നമ്മൾ ഫൗണ്ടേഷൻ ക്രീം എടുക്കാം. അപ്പോൾ ഷുഗറിൻ്റെ ഫൗണ്ടേഷൻ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു നാച്ചുറൽ ലുക്ക് കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ ക്രീമാണ്. അധികം പുട്ടിയടിച്ചതുപോലെ തോന്നില്ല. ഇട്ടാൽ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് ഡോട്ട് ഡോട്ടായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ ഇന്ന് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണിത് ബ്ലെൻഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒരുപോലെ ബ്ലെൻഡായിട്ട് വരും. കേക്കി ആയിട്ട് ഇരിക്കില്ല. നല്ലപോലെ കഴുത്തിലും ഒക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഫൗണ്ടേഷൻ സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ലാക്മിയുടെ ഫൗണ്ടേഷൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൗണ്ടേഷൻ പൗഡർ വെച്ചിട്ട് ഞാൻ അധികം ഇടുന്നില്ല. അപ്പോൾ നമുക്കടുത്തത് ഐബ്രോ ഫില്ല് ചെയ്യാം. അപ്പോൾ സിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ ഫില്ലറാണിത്. വിത്ത് കാജൽ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ലൈൻസ് വരഞ്ഞു കൊടുക്കുക.
ഞാൻ അധികം ഐബ്രോസ് സ്റ്റിക്ക് ചെയ്യാറില്ല. അപ്പോൾ എനിക്കൊരു അൺകംഫർട്ട് ഫീൽ ചെയ്യും. ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു മാരേജിനൊക്കെ പോകുന്നതായതുകൊണ്ട് ജസ്റ്റ് ഒരു ഐ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ സാരി ഇടുന്നത് സാരിക്ക് മാച്ചായിട്ടുള്ള കളറിൻ്റെ ഐ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ നിന്ന് ഒരു പിങ്ക് കളർ ഐ ഷെയ്ഡാണ് ഇടുന്നത്. അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കൂടുതലും കയ്യിലെ കൊണ്ട് ആണ് കംഫർട്ടായിട്ട് തോന്നുന്നത് കണ്ണിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ഡാർക്കായിട്ട് ഇടുന്നില്ല, ഞാനൊരു ജസ്റ്റ് ഒരു ലൈറ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഐ ഷെയ്ഡ് ഇട്ടു. നെക്സ്റ്റ് നമ്മൾ ഐലൈനർ വരഞ്ഞു കൊടുക്കാം. ഒരു വിങ്സ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ അധികം തിക്കല്ലാണ്ട് കുറച്ച് തിൻ ടൈപ്പായിട്ട് വരഞ്ഞു കൊടുക്കാം. കോണെല്ലാം ശരിയാക്കി കൊടുക്കുക നല്ലോണം. ഓക്കെ, അപ്പോൾ ഐലൈനർ ഡൺ. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു കാജൽ എടുത്തിരിക്കുന്നത് ചാമ്പറിൻ്റെ എക്സ്ട്രീം ലോങ് കാജലാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ഈ കാജൽ, അങ്ങനെ സ്പ്രെഡ് ആവില്ല. നല്ലോണം കാജലിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഇട്ട് കൊടുക്കുമ്പോഴേ കണ്ണിൻ്റെ ഒരു ഭംഗി തന്നെ മാറും. ഇത് മേബിലിൻ്റെ സെൻസേഷണൽ മസ്കാരയാണ്. നല്ല വോളിയം കിട്ടുന്ന മസ്കാരയാണ് ഇത്. എൻ്റെത് ഓൾമോസ്റ്റ് ഇത് കഴിയാറായി. ഞാൻ കുറേ ആയി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ താഴെ ഇട്ട് കൊടുക്കുക നല്ലപോലെ. അപ്പോൾ കണ്ണിനൊരു വൈഡായ പോലെ തോന്നും. കുറച്ചുകൂടി തിക്കാക്കണ്ടെങ്കിൽ തിക്കാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ മസ്കാരയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്ലഷ് ഇട്ട് കൊടുക്കാം ലൈറ്റായിട്ട്. അപ്പോൾ ഇങ്ങനൊരു കളർ ബ്ലഷാണ് ഇടുന്നത്.
ഓക്കെ, ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇത് മേബലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു പിങ്കിഷ് ഷെയ്ഡാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ലിപ് ലൈനർ വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലിടാവുന്നതാണ്. ഞാനിന്ന് ലിപ് ലൈനറൊന്നും വരച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പൊട്ട് കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് മുടിയെല്ലാം ഒന്ന് അഴിച്ചിട്ട് കൊടുക്കാം. മുടി ഒന്ന് നമുക്ക് ഹെയർ സ്പ്രേ ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.